ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെയും പിടിവീഴും. സ്കൂളുകൾ തുറന്നതോടെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. കൂടാതെ കൺസെഷൻ അനുവദിക്കാത്ത ബസ്സുകൾക്കെതിരെയും അമിതവേഗതയിൽ പായുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള CF ടെസ്റ്റ് വന്നിട്ടുള്ള വാഹനങ്ങളെ ഒഴിവാക്കി മറ്റു വരാത്ത EIB വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തത്. 62ഓളം വാഹനങ്ങളാണ് നാം പരിശോധന നടത്തിയത്. പരിശോധനയിൽ 7 വാഹനങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും റോഡ് വർത്തിനെസ് ഇല്ലാത്തതിന്റെ പേരിൽ വാഹനങ്ങളെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അത്തരം വാഹനങ്ങൾ ബുധനാഴ്ച പരിശോധിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 300ഓളം സ്കൂൾ വാഹനങ്ങളുണ്ട്. അതിൽ ഇനിയും വാഹനങ്ങൾ വരാനുണ്ട്. മഴ കാരണം പല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ തുടർന്ന ദിവസങ്ങളിൽ CFന് വരുന്ന വാഹനങ്ങളും ഇതിൽ ഉൾപ്പെടും. നിയമാനുസൃതമായിട്ട് കൺസെഷൻ അനുവദിക്കേണ്ട കുട്ടികൾക്ക് അത് അനുവദിക്കാതിരിക്കുകയും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കയറ്റാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞ നിറം പൂശിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടോ, വൃത്തി, ബസ്സുകളുടെ ഫിറ്റ്നസ്, യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, GPS കാലപ്പഴക്കം തുടങ്ങിയവയും കർശനമായി പരിശോധിക്കുന്നുണ്ട്. ജില്ലയിൽ 300ഓളം സ്കൂൾ ബസ്സുകൾ ഉണ്ടെങ്കിലും ശക്തമായ മഴ മൂലം പല ബസ്സുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുകയും കൺസെഷൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.